അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ 2ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ചപ്പോൾ 3ാം ക്ലാസ്സിലേക്ക് എത്തി അല്ലേ? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലിസാനുൽ ഖുർആൻ. എന്താ അതിനർത്ഥം? 2ാം ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ലിസാനുൽ ഖുർആൻ അല്ലേ, ഖുർആൻ്റെ ഭാഷ. അപ്പോൾ അറബിയാണല്ലോ ഖുർആൻ്റെ ഭാഷ. അപ്പോൾ അറബി എങ്ങനെ വായിക്കാം, എങ്ങനെ പഠിക്കാം എന്നതാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ 2ാം ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ തുടർച്ച തന്നെയാണ്. നമ്മൾ 1ാമത്തെ പാഠം ഹാദാ കലമി. ആ പാഠത്തിൻ്റെ ഹെഡിങ് നമ്മൾ കണ്ടല്ലോ, ഹാദാ കലമി. എന്താ അർത്ഥം? ഹാദാ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലാസ്സിൽ പറയുന്ന പല പ്രയോഗങ്ങളും നമ്മൾ മുമ്പ് 2ാം ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ്. പക്ഷെ ഒന്നും കൂടി നമ്മൾ ആവർത്തിച്ച് പഠിക്കുമ്പോൾ മനസ്സിൽ തറച്ച് കയറുമെന്നതുകൊണ്ട് വീണ്ടും നമ്മൾ അതുമായി ബന്ധപ്പെട്ട ചില പ്രയോഗങ്ങൾ, ചിത്രങ്ങളൊക്കെ തന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ ആളുകളും ശ്രദ്ധിച്ചിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ അറബി ഭാഷയായതുകൊണ്ട് നല്ല ശ്രദ്ധ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായി മനസ്സിലാവും. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വിഷയം തിരിയില്ല. അപ്പോൾ ഓരോ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ മക്കൾ ക്ലാസ്സിലിരിക്കണമെന്ന് ആദ്യം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. 1ാമത്തെ പാഠത്തിൻ്റെ പേരെന്താ? ഹാദാ കലമി. ഇതെൻ്റെ പേനയാണ് എന്നാണ്. ഹാദ എന്ന് പറഞ്ഞാൽ ഇത് അല്ലേ, ഇത്. കലമി എന്ന് പറഞ്ഞാൽ പെന്ന്. ഒരു യാ വരലോടുകൂടെ എൻ്റെ എന്ന അർത്ഥമായി. പക്ഷേ നമ്മൾ ക്ലാസ്സിൽ പറയും. അപ്പോൾ ഇത് എൻ്റെ പേനയാകുന്നു എന്നാണ് അർത്ഥം. എൻ്റെ പേനയാകുന്നു. നമ്മൾ ഇനി ചിത്രത്തിലേക്ക് നോക്കുക. ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഉണ്ട് അല്ലേ? മദ്രസയിൽ പഠിക്കുന്ന 2 കുട്ടികളാണ്. ഇപ്പോൾ കുട്ടി പറയാണ്, അനദാരിസുൻ. അനദാരിസുൻ വായിക്കുന്നില്ലേ? ഈ മഞ്ഞ കളറിൻ്റെ ഉള്ളിൽ കണ്ടല്ലോ, അനദാരിസുൻ. എന്താണ് അർത്ഥം? അന നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾക്ക് ഓർമ്മ ഉണ്ടാവും. അന എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലേ? അന എന്ന് പറഞ്ഞാൽ ഞാൻ. ദാരിസ് എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടി പറയുമ്പോൾ എന്തായിരിക്കും അർത്ഥം? ആൺകുട്ടി പറയുമ്പോൾ വിദ്യാർത്ഥിയാകുന്നു അല്ലേ? ഞാനൊരു വിദ്യാർത്ഥിയാകുന്നു. അപ്പോൾ ഈ കുട്ടി പറയാണ്. ഇനി ആ കുട്ടിയോട് ആര് പറയാണ്? ഈ പെൺകുട്ടിയോട് ഈ ആൺകുട്ടിയാണ് പറയുന്നത്. ഈ പറയുന്ന ആൾ ആൺകുട്ടിയാണ് പറയുന്നത്. ഈ ആൺകുട്ടിയാണ് പറയുന്നത്. ആരോട് പറയാണ്? ഈ പെൺകുട്ടിയോട് പറയാണ്. ഈ ആൺകുട്ടിയുടെ അപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടിയോട് ഈ ആൺകുട്ടി പറയാണ്. അപ്പോൾ പെൺകുട്ടിയോടാണ് പറയുന്നത് എന്നാണ് അവിടെ നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആരോട് പറയുന്നു എന്നത് പ്രധാനമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ നോക്കി നിങ്ങൾ? അന്തി എന്നാണ് പറഞ്ഞത് അല്ലേ? അന്തി, നീ. അന്തി എന്ന് പറഞ്ഞാൽ നീ എന്നാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പ്. അന്ത, അന്തി 2 പ്രയോഗമുണ്ട് അല്ലേ? അന്ത എന്നുണ്ട്, അന്തി എന്നുണ്ട്. അപ്പോൾ അന്ത എന്ന് പറയൽ ആണിനോടാണെങ്കിൽ അന്തി എന്നത് പെണ്ണിനോടാണ്. ഇവിടെ പെണ്ണിനോടല്ലേ പറയുന്നത് അല്ലേ? പെൺകുട്ടിയോടല്ലേ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അന്തി എന്ന് തായിന് കസറ് കൊടുത്ത് പറഞ്ഞത്, അന്തി. ഇങ്ങനെ നീ എൻ്റെ സഹോദരിയാകുന്നു. അവസാനം യാഗ് വരലോടുകൂടെ എൻ്റെ എന്നായി. ഉഖ്ത്, ഉഖ്ത് എന്ന് പറഞ്ഞാൽ സഹോദരി എന്നാണ്. ഉഖ്ത് സഹോദരി. ഓക്കെ, സഹോദരി. അത് തീ എന്നുള്ള അവസാനം ഒരു യാവ് കൊടുത്താൽ എൻ്റെ സഹോദരിയായി. അബു എന്ന് പറഞ്ഞാൽ എന്താ? അബുൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചിട്ടില്ലേ? അബു എന്ന് പറഞ്ഞാൽ ഉപ്പ എന്നാണ് അല്ലേ? എൻ്റെ ഉപ്പ എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? അവസാനം ഒരു യാവ് ഇട്ട് കൊടുത്താൽ അബീന്നായി. നമുക്ക് വിശാലമായിട്ട് പിന്നെ പഠിക്കാം. ഇപ്പോൾ പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ, കുട്ടികൾക്ക് പ്രയാസമാവരുത്. അപ്പോൾ നിങ്ങൾ ഈ പാഠത്തിലെ ഈ കളറ് കൊടുത്തതാണ് നന്നായി ശ്രദ്ധിക്കേണ്ടത്. അന്തി എന്ന ഒരു പെൺകുട്ടിയോട് നേരെ നമ്മൾ മുമ്പിലുള്ള ഒരാളോട് ചൂണ്ടി പറയാണ്. ഒരു പെൺകുട്ടിയാണെങ്കിൽ നമ്മളവിടെ പറയേണ്ടത് അന്തി എന്നാണ് പറയേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് പോവാം. അടുത്തൊരു പെൺകുട്ടിയാണ് പറയുന്നത് അല്ലേ? പെൺകുട്ടി അപ്പുറത്തുള്ള ആൺകുട്ടിയോട് പറയാണ്. പെൺകുട്ടിയാണ് പറയുന്നത്, ആൺകുട്ടിയോട് പറയാണ്. അപ്പോൾ പെൺകുട്ടി ആദ്യം പറയാണ് അനദാരിസത്തുൻ. ചിത്രം കണ്ടില്ലേ? അതിൻ്റെ അടിയിൽ കണ്ടല്ലേ എഴുതിയത് നമ്മൾ? അനദാരിസത്തുൻ. അന എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞേ ഞാൻ. ദാരിസത്തുൻ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. മുമ്പ് നമ്മൾ 2ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്. താവ് വരലെപ്പോഴാ? താവ് വരൽ ഒരു പെണ്ണാകുന്ന സമയത്ത് നമ്മൾ താവ് കൊടുക്കും. അപ്പോഴൊരു സ്ത്രീലിംഗാണെന്ന് മനസ്സിലാകും അല്ലേ? അപ്പോൾ ഇവിടെ എന്താ അർത്ഥം? ഞാൻ, പെൺകുട്ടികൾ വിദ്യാർത്ഥിനി എന്നല്ല പറയാ അല്ലേ? ഞാൻ വിദ്യാർത്ഥിനിയാകുന്നു. അപ്പോൾ ദാരിസത്ത് എന്ന് പറയലോടുകൂടെ പെണ്ണിനുള്ള പ്രയോഗമായി. ഒരാണ് പറയുമ്പോൾ ദാരിസുൻ എന്നേ പറയാം. പക്ഷെ പെണ്ണാകുമ്പോൾ ദാരിസത്തുൻ എന്ന് പറയണം. ഇനി ആ പെണ്ണ് ആ ആൺകുട്ടിയോട് പറയാണ്. പറയുന്ന ആൾ ഈ പെൺകുട്ടിയാണ്. ആരോടാ പറയണത്? ഇവനോട് പറയാണ് അല്ലേ? ഇവനോട് പറയാണ്. അപ്പോൾ ഇവനോട് പറയുമ്പോൾ അവിടെ അന്ത എന്നാണ് പറഞ്ഞോ. അന്ത നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ? നേരത്തെ സ്ലൈഡ് നിങ്ങൾ കണ്ടില്ലേ? അവിടെ നമ്മൾ അന്തി എന്നാണ് പറഞ്ഞിരുന്നത്. അന്തി.
കാരണം അത് പെണ്ണിനോടാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ അന്ത എന്നാണ് പറയുന്നത്. കാരണം എന്താ, ഇവിടെ ആണിനോടാണ് പറയുന്നത്. അതുകൊണ്ട് രണ്ടിൻ്റെയും അർത്ഥം തന്നെയാണ് നീ തന്നെയാണ്, രണ്ടിൻ്റെയും അർത്ഥം നീ തന്നെയാണ്. പക്ഷേ ആണാകുന്ന സമയത്ത് അന്ത എന്നും പെണ്ണാകുന്ന സമയത്ത് അന്തി എന്നും പറയും. അഹി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, സഹോദരിക്കെന്താ നമ്മൾ പറഞ്ഞിരുന്നത്, ഉഖ്ത് എന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ. അപ്പോൾ എൻ്റെ സഹോദരിയാകുന്നു എന്നുള്ളതിന് നമ്മൾ ഉഖ്തി എന്ന് പറഞ്ഞു. ഇനി നമ്മൾ സഹോദരനാകുന്നു, സഹോദരിയല്ല സഹോദരനാകുന്നു, അപ്പോൾ നമ്മൾ അഹ് എന്നാണ് പറയുക. അഹ് എന്നാൽ സഹോദരനാണ്. ഒരു വാക്ക് നമ്മൾ പഠിച്ചു ഉണ്ടോ, 2 വാക്ക്, ഉഹ് അഹ് ഉഖ്ത്. അഹ് എന്നതിന് നമുക്കൊരു യാഗ് വരലോട് കൂടെ അഹി, അപ്പോൾ എൻ്റെ സഹോദരനായി. സാധാ അഹ് എന്ന് പറഞ്ഞാൽ സഹോദരൻ എന്നേനി, സഹോദരൻ. അത് എൻ്റെ ആകാൻ എന്ത് ചെയ്താൽ മതി, ഒരു യാഗ് കൊടുത്താൽ മതി. അഹി ഉണ്ടോ പാഠത്തിൽ നമ്മൾ എഴുതിയതിൽ അഹി, അപ്പോൾ എൻ്റെ എന്നായി. അപ്പോൾ എൻ്റെ സഹോദരനാകുന്നു, അപ്പം നീ എൻ്റെ സഹോദരനാകുന്നു. ഇപ്പം എന്താ മനസ്സിലായേ, അന്ത എന്ന് പറഞ്ഞാൽ ആണിനെ സൂചിപ്പിച്ച് നേരെ പറയാൻ അന്ത എന്ന് പറയും. നീ എന്ന് തന്നെയാണ് അർത്ഥം, പക്ഷേ അന്ത എന്ന് ഫത്തഹ് കൊടുത്ത് ത എന്ന് പറയണം. പെണ്ണാകുന്ന സമയത്ത് അന്തി, തായിന് കെസർ കൊടുത്ത്, രണ്ടിനെയും അർത്ഥം തന്നെയാണ് നീ നീ എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ ആണാകുന്ന സമയത്ത് അന്ത, പെണ്ണാകുന്ന സമയത്ത് അന്തി, രണ്ടും വ്യത്യാസം. ഈ തായിൻ്റെ ഫത്തഹും തായിൻ്റെ കെസറും. ഓക്കെ, രണ്ടിനെയും അർത്ഥം തന്നെ നീ എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ അന, അന്ത, അന്തി. ഓക്കെ, അന്ത അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതാണ്, അന മാറ്റമില്ലാതെ പറയുന്നതാണ്. ഇനി നമ്മൾ വേറെ ചില പ്രയോഗത്തിലേക്ക് പോവുകയാണ് അല്ലേ. ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചത് തന്നെ കേട്ടോ, 2ാം ക്ലാസ്സിൽ പഠിച്ചത് തന്നെയാണ്, ഒന്നും കൂടിയൊക്കെ ആവർത്തിച്ച് പറയാണ്. ഇനി നമ്മൾ ഹാദാ കലമി എന്നുള്ള ഒരു ചിത്രത്തിൻ്റെ അടിയിൽ കണ്ടല്ലോ അല്ലേ, ഒരു കുട്ടി ഒരു പേന പിടിച്ച് നിൽക്കുന്നുണ്ട്. നമ്മുടെ പാഠത്തിൻ്റെ പേര് തന്നെ അല്ലേ, കുട്ടി ഒരു പേന പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി പറയാണ് ഇത് എൻ്റെ പേനയാകുന്നു. ഈ കുട്ടി പറയാണ് ഇത് എൻ്റെ പേനയാകുന്നു എന്ന്. ഹാദ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത് അല്ലേ. ഹാദ ഹാദിഹി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു പുല്ലിംഗമായ സാധനമാണെങ്കിൽ നമ്മൾ ഹാദ എന്ന് പറയും, സ്ത്രീലിംഗമായ സാധനമാണെങ്കിൽ നമ്മൾ ഹാദിഹി എന്ന് പറയും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകട്ടെ. ഇതിൻ്റെ ശേഷം കലമി, അപ്പോൾ ഇതെന്താ അർത്ഥം, എൻ്റെ പേനയാകുന്നു. കലമ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താർത്ഥം, കലമ് എന്ന് പറഞ്ഞാൽ പേന. അപ്പോൾ എൻ്റെ പേന എന്നൊക്കെ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒരു യാവ് കൊടുത്താൽ മതി. എന്നിട്ട് കലമി, അപ്പോൾ എൻ്റെ പേനയാകുന്നു എന്നായി അല്ലേ. അപ്പോൾ കുട്ടി പറയാണ് ഇത് എൻ്റെ പേനയാകുന്നു. ഇനി നമ്മളൊരു പ്രയോഗം കൂടി പഠിക്കണം. കളർ കണ്ടല്ലോ, ഇവിടെ ഹാദക്ക കളർ എടുത്തു, ഇവിടെ ഫീ എന്നുള്ള സാധനത്തിൻ്റെ കളർ എടുത്തു അല്ലേ. അൽ കലമു ഫിൽ ജൈബി എന്ന വായിക്കുക. അൽ കലമു ഫിൽ ജൈബി, പേന. കലം പറഞ്ഞാൽ പേന, ജൈബ് പറഞ്ഞാൽ എന്താ, ചിത്രം കണ്ടല്ലേ അല്ലേ. അപ്പോൾ ജൈബിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ, എന്താണ് അർത്ഥം, കീശ. ഫീ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫീ എന്ന് പറഞ്ഞാൽ ഇൽ, നമ്മൾ പറയും ഇൽ, കീശയിൽ എന്നൊക്കെ പറയില്ലേ. ഒരു സാധനം കൂടി പറയുമ്പോഴാണ് അർത്ഥം കിട്ടുക, കീശയിൽ. അപ്പോൾ പേന കീശയിലാകുന്നു എന്നായി. അപ്പോൾ അൽ കലം പറഞ്ഞാൽ പേന, അപ്പോൾ പേന കീശയിലാകുന്നു എന്നായി അർത്ഥം. മനസ്സിലായോ. കലം നമ്മൾ അർത്ഥം നേരത്തെ പഠിച്ചിട്ടുണ്ട്, പേന. ജൈബിൻ്റെ അർത്ഥം ഇപ്പോൾ പഠിച്ചു, ഫോട്ടം കണ്ടപ്പോൾ മനസ്സിലായി, കീശ. ഫീ വരലോടുകൂടെ എന്തായി അർത്ഥമായി, പേന കീശയിൽ ആകുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഹാദ എന്നുള്ള പ്രയോഗം ഒന്ന് നമ്മൾ പഠിച്ചു, മറ്റൊന്ന് ഫീ എന്നുള്ള പ്രയോഗം. ഹാദ എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ് അർത്ഥം, ഫീ എന്ന് പറഞ്ഞാൽ ഇൽ, കീശയിൽ. ഫിൽ ബൈത്തി, വീട്ടിൽ. ഓക്കെ, അപ്പോൾ ഫീ എന്ന് കൊടുത്ത ഇൽ എന്നർത്ഥം കിട്ടും കേട്ടോ. മനസ്സിലായല്ലോ. അടുത്തേക്ക് പോട്ടെ. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു വേറെ പ്രയോഗം ഹാദ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മളിപ്പോൾ എന്താ ചിത്രത്തിൽ നമ്മൾ ഹാദ കലമി പറഞ്ഞു. ഞാൻ അപ്പം തന്നെ പറഞ്ഞിരുന്നു, പെണ്ണാകുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, ഹാദിഹി. ഇവിടെ നമ്മൾ പൂച്ച മരത്തിൻ്റെ അല്ലേ, ഇത് പൂച്ചയാണെന്ന് ആദ്യം പറയണ്ടേ. അപ്പോൾ ഹാദിഹി ഹിറത്തുൻ, ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അർത്ഥം, ഇത് തന്നെയാണ് അർത്ഥം. പക്ഷേ ഹിറത്ത് താവുണ്ടല്ലോ, മുമ്പ് നമ്മൾ നന്നായി പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ അല്ലേ. മുമ്പ് 2ാം ക്ലാസ്സിൻ്റെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തുൻ എന്ന് താവ് കൊടുത്താൽ അത് പെണ്ണാണ്. അപ്പോൾ പെണ്ണാകുന്ന സമയത്ത് പിന്നെ ഹാദിഹി എന്ന് പറയണം, ഹാദ എന്ന് പറയാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ രണ്ടും വ്യത്യാസം മനസ്സിലായില്ലേ. ഹാദ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഹാദിഹി. അതായത് ഇത് ആണിന് പറയാനാണ് ഹാദ എന്നുള്ളത്, ഇത് പെണ്ണിന് പറയാനാണ്. രണ്ടിൻ്റെയും അർത്ഥം തന്നെയാണ്, രണ്ടിൻ്റെയും അർത്ഥം ഇത് തന്നെയാണ്. ഓക്കെ, ഹാദ എന്ന് പറഞ്ഞാലും ഹാദിഹി എന്ന് പറഞ്ഞാലും അർത്ഥം ഇത് എന്ന് തന്നെയാണ്. പക്ഷെ ആണാകുമ്പോഴാണ് ഹാദ കലമി.
ഹാദാ കലമുൻ, ഹാദാ ബി, അല്ലേ അങ്ങനെ പറയും. പക്ഷേ പെണ്ണാകുന്ന സമയത്ത് അത് ഹാദിഹി എന്ന് പറയണം. പെണ്ണാണോ നമുക്ക് എങ്ങനെ മനസ്സിലാകുക? ഇങ്ങനെ താവ് കൊടുക്കുമ്പോഴൊക്കെ അല്ലേ? ഉമ്മ പിന്നെ പെണ്ണ് അങ്ങനത്തെ ഒക്കെ പെണ്ണ് തന്നെ ആയിരിക്കും. നേരെ മറിച്ച് ചില വസ്തുക്കൾ നമുക്ക് മനസ്സിലാകില്ല, അതിൽ അധികവും താവ് ഉണ്ടാവും, അങ്ങനെ പെണ്ണാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഹിറത്തുൻ താവുണ്ട്, താവുള്ളത് കൊണ്ട് ഇത് പെണ്ണാണെന്ന് മനസ്സിലായതുകൊണ്ട് ഹാദിഹി എന്നാണ് പറയേണ്ടത്. ഇനി ആ ചിത്രത്തിൽ ആ പൂച്ച എവിടെ നിൽക്കുന്നത്? പൂച്ച മരത്തിൻ്റെ മുകളിലാണല്ലോ അല്ലേ? മരത്തുമേൽ കയറി നിൽക്കുകയാണല്ലോ. അപ്പോൾ നമ്മളെങ്ങനെ അറബിയിലേക്ക് പറയാ? പൂച്ചക്ക് എന്താ നമ്മൾ പഠിച്ചത്? ഇപ്പോൾ ഹിറത്തുൻ പറഞ്ഞാൽ പൂച്ച. ഇനി പൂച്ച മരത്തിൻ്റെ മുകളിലാകുന്നു എന്ന് പറയാം. അപ്പം മരത്തിനെന്താ പറയുക? അറബിയിൽ മരത്തിന് ഷജറത്ത് എന്ന് പറയാം. ഷജറത്ത് കണ്ടോ, കറുത്ത കളറിലുള്ള ഷജറത്തുൻ. ഷജറത്ത് പറഞ്ഞാൽ മരം. ഇനി അല എന്നുള്ളൊരു കളർ കാണാം അവിടെ അല്ലേ? ചുവന്ന കളറിൽ അല. അപ്പോൾ പൂച്ച മരത്തിൻ്റെ മുകളിലാകുന്നു എന്നല്ലേ നമുക്ക് പറയേണ്ടത് അല്ലേ? അപ്പോൾ മുകളിൽ എന്ന അർത്ഥം കിട്ടാനാണ് അറബിയിൽ അല എന്ന് കൊടുക്കുക. അപ്പം മരത്തിന്മേലാകുന്നു, പൂച്ച മരത്തിൻ്റെ മുകളിലാകുന്നു അല്ലെ മരത്തിന്മേലാകുന്നു എന്നൊക്കെ ഈ അർത്ഥം. അപ്പോൾ അല വിരലോടുകൂടെ മേൽ, മുകളിൽ എന്നർത്ഥം കിട്ടി. നേരത്തെ നമ്മളൊരു ഫീ പഠിച്ചിരുന്നു, അത് ഇൽ എന്നായിരുന്നു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫീ പഠിച്ചു. അപ്പോൾ കീശയിൽ, അൽ കലമു ഫിൽ ജൈബി, പേന കീശയിലാകുന്നു. അന ഫിൽ ബൈത്തി, ഞാൻ വീട്ടിലാകുന്നു. ഓക്കെ, അപ്പോൾ ഇത് വേറെ അർത്ഥം. അല പറയലോടുകൂടെ അർത്ഥം എന്തായി? അല പറയലോടുകൂടെ മേൽ, മുകളിൽ, മരത്തിൻ്റെ മേൽ. അൽ ഹിറത്തു അല ഷജറ, പൂച്ച മരത്തിൻ്റെ മേൽ ആകുന്നു. അപ്പോൾ ഇവിടെ ഹാദാ ഹാദിഹി എന്നുള്ള പ്രയോഗത്തിന് വ്യത്യാസം പഠിച്ചു. അതോടൊപ്പം തന്നെ മേൽ, മുകളിൽ എന്ന് പറയാൻ നമ്മൊരു വാക്കും കൂടിയും പഠിച്ചു. അല എന്നുള്ള വാക്കുകൂടി പഠിച്ചു. ഓക്കെ, നമ്മൾ അടുത്ത ചിത്രം നോക്കൂ നിങ്ങൾ. ഒരു കുട്ടി അല്ലേ? കുട്ടി പറയുന്നത് എന്താ? കുട്ടി പെട്ടെന്ന് വിളിച്ച് ചോദിക്കാം, മൻ ഹാദാ എന്ന്. കുട്ടി ചോദിക്കുകയാണ് അപ്പുറത്ത് ആളെ കണ്ടപ്പോഴേ, മൻ ഹാദാ, ഇത് ആരാണെന്നാണ് ചോദിക്കണത്. മൻ പറഞ്ഞാൽ എന്താ? മൻ ഹാദാ. ഇവിടെ ഹാദാ എന്നുള്ള കളറ് ഇല്ല കേട്ടോ. മൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഹാദാ എന്നുള്ളതിന് കളറ് നമുക്ക് കറുപ്പ് കളർ തന്നെ കേട്ടോ. ഹാദ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കൂടുതൽ അതല്ല നമുക്ക് മനസ്സിലാക്കേണ്ടത്. മൻ എന്നുള്ള പ്രയോഗമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. മൻ ഹാദാ, മൻ ഹാദിഹി. ഇവിടെ മൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കണം. മൻ പറഞ്ഞാൽ ആര് എന്നാണ്. മൻ പറഞ്ഞാൽ ആര്. ആ ഹാദ നമ്മൾ പഠിച്ചു. എന്താ പഠിച്ചേ? ഒരാണായ ഒരാളോ അല്ലേ, പുല്ലിംഗായ ആളോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഹാദ എന്ന് പറയും. ഇത് തന്നെയാണ് അർത്ഥം, വ്യത്യാസമല്ല. അപ്പോൾ ഇത് ആരാകുന്നു എന്നാണ് ചോദിക്കുന്നത്. ഇത് ആരാകുന്നു. വീണ്ടും ചോദിക്കുന്ന മൻ പറഞ്ഞാൽ ആരും തന്നെ അർത്ഥം, ആരും തന്നെയാണ്. ഹാദിഹി പറഞ്ഞാലോ ഇത് തന്നെയാണ്. പക്ഷെ എന്താ വ്യത്യാസം? എന്താ രണ്ട് വ്യത്യാസം? ഇത് വേറെ, ഇത് വേറെ അല്ലേ? ഇത് ഒരു പെണ്ണായ സ്ത്രീലിംഗമായതിനോട് ചോദിക്കുമ്പോഴാണ് മൻ ഹാദിഹി എന്ന് പറയുക. ഇത് പുല്ലിംഗമായ ആളോട് ചോദിക്കുമ്പോഴാണ് മൻ ഹാദ എന്ന് പറയാം. ഓക്കെ, വ്യത്യാസം മനസ്സിലായില്ലേ? രണ്ടും ചോദിക്കൽ ഇത് എന്ന അർത്ഥത്തിൽ തന്നെയാണ്. പക്ഷേ മഞ്ഞ് വ്യത്യാസമുണ്ടോ? നമ്മൾ മുമ്പ് പഠിച്ചതാ. ആര് എന്നുള്ളതിന് മഞ്ഞ് തന്നെയാണ് ചോദിക്കുക, ആണായാലും പെണ്ണായാലും. പക്ഷേ ഹാദാന്ന് ചോദിച്ചപ്പോൾ ഏതോ ഒരു ആണിനെ ചൂണ്ടിയിട്ടാണ് ചോദിക്കുന്നത് മനസ്സിലായി. ഹാദിഹി എന്ന് പറഞ്ഞപ്പോൾ ഒരു പെണ്ണിനെ ചൂണ്ടിയിട്ടാണ് ചോദിച്ചത് മനസ്സിലായി. അപ്പോൾ ഉത്തരം പറയട്ടെ. ഇപ്പുറത്ത് ഫോട്ടോത്ത് കണ്ടില്ലേ? അപ്പോൾ ആ കുട്ടി പറയാണ് ഇതിൻ്റെ ഉപ്പയാണ്. കുട്ടി ഒന്നാമത്തെ ഉപ്പനെ ചൂണ്ടിയിട്ട് പറയാണ് ഇത് എൻ്റെ ഉപ്പയാണെന്ന് പറയാം. എങ്ങനെ പറയാം? അപ്പോൾ ഹാദാ ഇത് എന്നുള്ളതിന് അല്ലേ, നേരത്തെ ഹാദാ ചോദിച്ചില്ലേ, അപ്പോൾ അതിൻ്റെ മറുപടി ഹാദാ തന്നെ പറയാം. ഹാദ ഇത് അബി, അബ് എന്ന് പറഞ്ഞാൽ ഉപ്പ. അപ്പോൾ എൻ്റെ എന്നാക്കാൻ എന്ത് കൊടുത്താൽ മതി? ഒരു യാവ് കൊടുക്കണം അവസാനം. അപ്പോൾ ഇത് എൻ്റെ ഉപ്പയാണ് എന്നായി അർത്ഥം. പിന്നെ അപ്പുറത്തോ രണ്ടാമത്തെ ചോദ്യം എന്തേനി? മൻ ഹാദിഹി എന്നല്ലേനിയോ? അപ്പോൾ ഹാദി എന്നായപ്പം ഇവിടെ ഹാദിഹി തന്നെയാണ്. അപ്പോൾ ഇത് തന്നെയാണ് അർത്ഥം, പക്ഷേ പെണ്ണായിരിക്കും. അപ്പോൾ ഇത് എൻ്റെ ഉമ്മയാണ്. ഉമ്മ യാവ് കൊടുത്താൽ ഉമ്മി, ഇത് എൻ്റെ ഉമ്മയാണ് എന്നായി അർത്ഥം. മനസ്സിലായോ? അപ്പോൾ ഹാദ ഹാദിഹി എന്നുള്ള പ്രയോഗം കൂടി അവിടെ മനസ്സിലായി. അതോടൊപ്പം തന്നെ മൻ എന്നുള്ള പ്രയോഗവും നമുക്ക് ഒന്നും കൂടി മനസ്സിലാക്കാനായി. മുമ്പ് പഠിച്ചത് തന്നെയാണ് ഇതൊക്കെ കേട്ടോ. ഒന്നും കൂടി നിങ്ങൾ പൊടി തട്ടിയെടുത്താൽ നന്നായി മനസ്സിലാകും. വേഗം അടുത്തേക്ക് പോകാം. അടുത്ത് നോക്കി, മാ ദാലിക, മാ തിൽക അല്ലേ? നമ്മളിതും പഠിച്ചത് തന്നെയാണ്. ആ പെണ്ണ് ദൂരേക്ക് ചൂണ്ടിയിട്ടല്ലേ ചോദിക്കണത് അല്ലേ? ദൂരേക്ക് ചൂണ്ടിയിട്ട് ആ പെണ്ണ് ചോദിക്കുകയാണ് അത് എന്താണ്. അപ്പോൾ ദാലിക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത്, ഇത് എന്നല്ല. നമുക്ക് ഇത് എന്നാണ് പറഞ്ഞിനി. ഇത് ദാലിക്കായപ്പോൾ അത് എന്നായി. തിൽക്ക എന്ന് പറഞ്ഞാലോ
അതും അത് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല, രണ്ടും അത് തന്നെയാണ്. പക്ഷേ ദാലിക്ക എന്ന് പറഞ്ഞാൽ ആണായ ആളെ സൂചിപ്പിക്കാനാണ്, ഒരാണായ പുല്ലിംഗമായ സാധനത്തിനെ സൂചിപ്പിക്കാനാണെങ്കിൽ അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ, കഴിഞ്ഞതിൽ ഇപ്പോൾ പറഞ്ഞല്ലോ പുല്ലിംഗം തന്നെ. തിൽക്കാവുമ്പോഴോ അത് തന്നെയാണ് അർത്ഥം, പക്ഷേ സ്ത്രീലിംഗമായിരിക്കണം അല്ലേ, സ്ത്രീലിംഗമായിരിക്കും. മാ എന്ന് പറഞ്ഞാലോ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, മനുഷ്യനൊക്കെ സൂചിപ്പിച്ച് ഒരാൾ ചോദിക്കുമ്പോഴാണ് ആര് എന്നൊക്കെ ചോദിക്കുക, മറ്റേ എന്ത് എന്നല്ല ചോദിക്കുക. അപ്പം മാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ്, അപ്പം അത് എന്താണ് എന്നായി. മാ തിൽക്ക എന്ന് പറഞ്ഞാലോ അതന്നെ, അത് എന്താണ്. നമ്മളൊരു ജീവിയൊക്കെ സൂചിപ്പിക്കാനോ അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കളൊക്കെ ചൂണ്ടിയിട്ട് ചോദിക്കുമ്പോഴാണ് മാ എന്ന് ചോദിക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഒരാണായ ഏതോ ഒരു വസ്തുവിനെയാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ അപ്പുറത്തൊരു ചിത്രം കണ്ടില്ല നിങ്ങൾ അല്ലേ, ഏതാ ചിത്രം? പൂവങ്കോയിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാണല്ലേ, പൂവങ്കോയി ആണിൻ്റെ ഗണത്തിലല്ലേ പെടുത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ദാലിക്ക, ആ ദാലിക്ക ഇവിടെ വരുന്നു അല്ലേ. ദാലിക്ക ദീക്കുൻ, ദീക്ക് പറഞ്ഞാൽ പൂവൻകോഴിയാകുന്നു. മുമ്പ് പഠിച്ചിട്ടുണ്ട് കേട്ടോ, പൂവൻ കോഴി ആകുന്നു. ഇപ്പുറത്തെത്തിയപ്പോഴോ തിൽക്ക, അപ്പോൾ പെണ്ണാണെന്ന് മനസ്സിലായി. പെണ്ണായതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ തിൽക്കാൻ തന്നെ പറയേണ്ടത്, ഒരു പെണ്ണിനെ സൂചിപ്പിക്കാൻ. അപ്പോൾ ഇത് പിടക്കോഴിയാണ് അല്ലേ, പിടക്കോഴി ആയതുകൊണ്ട് തന്നെ ഇവിടെ തിൽക്ക പെണ്ണായിട്ട് പറയണം. അതിനെന്താ അറബി പറയാം? ദജാജത്തുൻ, താവും കൂടിയുള്ളവർ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അവിടെ ദാലിക്ക പറയാൻ പറ്റൂല. തിൽക്ക ദജാജത്തുൻ, ഇത് പിടക്കോഴിയാകുന്നു. ഓക്കെ, ഈ കുട്ടി ചൂണ്ടി പറയാണ് കേട്ടോ. അപ്പോൾ ദൂരത്തേക്ക് ചൂണ്ടി പറയുമ്പോഴാണ് ദാലിക്ക തിൽക്ക എന്നൊക്കെ പറയുക. മനസ്സിലായല്ലോ? അപ്പോൾ ദാലിക്ക എങ്ങനെ പ്രയോഗിക്കുക, തിൽക്ക എങ്ങനെ ഉപയോഗിക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്തൊരു രണ്ട് ചിത്രം കൂടി നമുക്കുണ്ട് കേട്ടോ. ഐനൽ ഹഖീബ, കുട്ടി ചോദിക്കുകയാണ്. കുട്ടി ഇങ്ങനെ സങ്കടപ്പെട്ട് ചോദിക്കുകയാണ്, എൻ്റെ ബാഗ് എവിടെ? ഹഖീബത്ത് പറഞ്ഞാൽ എന്താർത്ഥം? ബാഗ്. നമ്മുടെ കയ്യിലൊക്കെ ബാഗ് ഉണ്ടാവുമല്ലോ അല്ലേ, ബാഗ്. അപ്പോൾ ഐന എന്ന് പറഞ്ഞാൽ പ്രയോഗം എന്താർത്ഥം? ഐന പറഞ്ഞാൽ എവിടെ, എവിടെ. അപ്പോൾ പുതിയ വാക്കാണ് ഐന, എവിടെ. അപ്പോൾ എൻ്റെ ബാഗ് എവിടെയാണ്, എൻ്റെ ബാഗ് എവിടെയെന്ന് ചോദിക്കാൻ ഒരു ഐന കൊടുത്താൽ ഏത് സാധനം എവിടെ? എൻ്റെ പേന എവിടെ? ഐനൽ കലം, പേന എവിടെ? ഐനലും ഉമ്മ എവിടെ? ഐനല്ല ഉപ്പ എവിടെ? നമുക്ക് എവിടെ ഏത് സാധനം ചോദിക്കാൻ ഐന എന്ന് കൊടുത്താൽ മതി കേട്ടോ. ഐനൽ കിതാബ്, കിതാബ് പറഞ്ഞാൽ നമ്മളെ ബുക്ക് അല്ലേ, ബുക്ക് എവിടെ? അപ്പം ഐന. അപ്പോൾ നമ്മളതിന് മറുപടി പറയാം കേട്ടോ. ഇപ്പുറത്ത് കുട്ടി പറയണം മറുപടി. ബാഗ് എവിടെ കിടക്കുന്നത്? അൽ ഹഖീബത്തു അല തോവിലെത്തി. ഇവിടെ അലക്ക് കളറുണ്ടെങ്കിൽ അലക്ക് കളറുണ്ടോ? അപ്പോൾ ബാഗ് എവിടെ? മേശപ്പുറത്താണ്. തോവിലെത്താണ് എന്താ? തോവിലെത്തറൽ മേശ, മേശ. അപ്പോൾ അല എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു, അലശജരത്തി പഠിച്ചു, ഓർമ്മ ഉണ്ടോ? പൂച്ചനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ലേ, അൽ ഹിറത്തു അലശജരത്തി അല്ലേ. അപ്പം നമ്മൾ അർത്ഥം വെച്ചിരുന്നേ പൂച്ച മരത്തിൻ്റെ മുകളിലാകുന്നു. അപ്പം മേലെ ഒരു സാധനം വെക്കുമ്പോൾ നമ്മൾ അതിനൊക്കെ മേൽ എന്ന് പറയാൻ അറബിയിൽ അല അല എന്നാണ് പറയാം. അപ്പോൾ ഇവിടെ ബാഗ് ഇവിടെ കിടക്കുന്നത് ചിത്രം നോക്കി നിങ്ങൾ ഉണ്ടോ? ബാഗ് മേശപ്പുറത്തല്ലേ ഉള്ളത്. അപ്പോൾ നമ്മൾ അല കൊടുത്താൽ മേശയുടെ മുകളിലാകുന്നു, മേശമേലാകുന്നു എന്നൊക്കെ പറയുന്ന പ്രയോഗം കേട്ടോ. അപ്പോൾ ഹഖീബത്ത് പറഞ്ഞ ബാഗ്, അപ്പോൾ ബാഗ് മേശക്ക് മുകളിലാകുന്നു. അടുത്തോ പുസ്തകം അല്ലേ. നമ്മൾ പുസ്തകം എവിടെ എന്നല്ലേ ചോദിച്ചേ, പുസ്തകത്തിന് മറുപടി അറിയണം. അൽ കിതാബ് അൽ ഹഖീബത്ത്. അപ്പോൾ ബാഗിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? പുസ്തകമുണ്ട്. ബാഗിൻ്റെ ഉള്ളിൽ പുസ്തകം ഉള്ളതുകൊണ്ട് കുട്ടി പറയാണ് അൽ കിതാബ് ഫിൽ ഹഖീബത്തി, ബാഗിൻ്റെ ഉള്ളിലാകുന്നു. അപ്പോൾ ഉള്ളിൽ, ബാഗിൽ, ഇൽ ബാഗിൻ്റെ ഉള്ളിലാകുന്നു എന്നാണ്. അതറിയാൻ വേണ്ടിയാണ് നമ്മൾ ഫീ കൊടുക്കുക അല്ലേ. ഫീ കൊടുക്കൽ ഉള്ളിലാകുന്നു എന്ന് പറയാൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതും പറഞ്ഞിട്ടുണ്ട്. എന്ത്? അൽ കലമു ഫിൽ ജൈബി എന്ന് പറഞ്ഞില്ലേ കുറച്ച് മുമ്പ്? അൽ കലമു ഫിൽ ജൈബി നേരത്തെ പറഞ്ഞില്ലേ? അപ്പോൾ അതേമാതിരിക്കണം കീശയിലാകുന്നു പേന എന്ന് പറഞ്ഞ മാതിരി തന്നെ അൽ കിതാബു ഫിൽ ഹഖീബ, ബാഗിലാകുന്നു പുസ്തകം. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? നമ്മളിനി ചില വർക്കുകൾ അല്ലേ, ഒന്നും കൂടിയും ചില അക്ഷരങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാക്കുക എന്നും കൂടിയും കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു പോവുക. ലാസ്റ്റ് ഇത് പറഞ്ഞിട്ട് നമുക്ക് വർക്കുകളിലേക്ക് പോകും. ഇതും കൂടി കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ ഭാഗം കഴിയും. ഇതിൽ നമ്മൾ ചില അക്ഷരങ്ങൾ എണ്ണാനും കൂടിയും പഠിക്കും കേട്ടോ. അക്ഷരങ്ങൾ നമുക്ക് എണ്ണണ്ടേ, അക്ഷരങ്ങൾ എണ്ണി പഠിക്കേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ അതും കൂടിയും പറയാൻ പോവുകയാണ്. ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ ആ കുട്ടി പറയുന്നത് ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് കുട്ടി പറയുകയാണെന്ത്? ഇന്ദി ജവ്വാലുൻ വാഹിദുൻ. കണ്ടോ, കളർ കൊടുത്ത് ശ്രദ്ധിക്കണം. വാഹിദുൻ. ഹിന്ദി പറഞ്ഞാൽ എന്താ? എൻ്റെ അടുക്കലുണ്ട്, എൻ്റെ അടുക്കൽ എന്നാണ് കേട്ടോ. ഹിന്ദി പറഞ്ഞാൽ എൻ്റെ അടുക്കൽ ഉണ്ട്.
എന്ത് ജവ്വാൽ, ജവ്വാലാണെന്താ എല്ലാവർക്കും അറിയില്ലേ, എല്ലാവരുടെ കയ്യിലും പെരയിലുണ്ടാവുമല്ലോ. ഉമ്മൻ്റെ അടുത്ത് നിങ്ങളൊക്കെ വന്നാൽ കളിച്ചിന സാധനമാണല്ലോ ജവ്വാൽ. എന്താ കളിച്ചിന സാധനം? നിങ്ങൾ കാണുന്ന തന്നെ ആ സാധനത്തിലാണ് ജവ്വാൽ എന്നതിന് പറയാം അല്ലേ, ഫോൺ കേട്ടോ. അപ്പോൾ എൻ്റെ അടുക്കൽ ഫോണുണ്ട്. എത്ര ഫോണുണ്ട്? എൻ്റെ അടുക്കൽ ഒരു ഫോൺ. അപ്പോൾ ഒന്ന് ഒരു എന്നൊക്കെ പറയാൻ നമ്മൾ പറയില്ലേ, അതിനാണ് വാഹിദ് വാഹിദ് ഒരു ഫോണുണ്ട്. അപ്പോൾ എൻ്റെ അടുക്കൽ ഒരു ഫോണുണ്ട് എന്നെങ്ങനെ അറബി പറയാ? ഇന്ദി ജവ്വാലുൻ വാഹിദുൻ, എൻ്റെ അടുക്കൽ ഒരു ഫോണുണ്ട്. അപ്പോൾ വാഹിദ് പറഞ്ഞാൽ ഒന്ന് എന്നൊക്കെ പറയാൻ കേട്ടോ. രണ്ടാമത്തത് എന്താണ്? ഇന്ദി കലമാനി ഇസ്നാനി. നോക്കി വായിക്കി. ഇന്ദി കലമാനി ഇസ്നാനി എന്താ അർത്ഥം? ഇന്ത്യയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എൻ്റെ അടുക്കലുണ്ട് തന്നെയാണ്. കലമാനി എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായി. നേരത്തെ നമ്മൾ കലമ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിനി? ഒരു പെന്നേനി. കലം പറഞ്ഞാൽ ഒരു പെന്ന്. രണ്ട് പെന്നാക്കാൻ അറബിയിൽ എന്ത് കൊടുത്താൽ മതി? ഒരു അലിഫും നൂനൊക്കെ ഇട്ട് കൊടുത്താൽ രണ്ട് പേനെന്ന് അർത്ഥം കിട്ടും. അപ്പോൾ കലമാനി എന്ന് പറഞ്ഞാൽ രണ്ട് പേനുണ്ട്. അപ്പോൾ രണ്ട് നമുക്ക് ഉറപ്പ് വരുത്തും. ഒന്നും കൂടിയും പറയാം. ഇസിനാനി രണ്ട്. അപ്പോൾ എൻ്റെ അടുക്കൽ രണ്ട് പേനയുണ്ട് എന്ന് പറയാൻ എന്തി കലമാനി ഇസിനാനി. അപ്പോൾ എണ്ണം ഒന്ന് നന്നായി പഠിക്കാൻ വേണ്ടി പറയാണ് കേട്ടോ. ഇസിനാനി എന്ന് പറഞ്ഞാൽ രണ്ട്. അപ്പോൾ എൻ്റെ അടുക്കൽ രണ്ട് പേനയുണ്ട്. വീണ്ടും പറയാണ് ഇന്ദി. ഇന്ത്യ പറഞ്ഞാൽ വീണ്ടും നിങ്ങൾ തന്നെ പറയും. എന്താ ഇന്ത്യ പറഞ്ഞാൽ? അതന്നെ എൻ്റെ അടുക്കലുണ്ട്. സലാസത്ത് കുത്തുബിൻ കണ്ടോ. അപ്പോൾ കുത്തുബിൻ സലാസ എന്നല്ല പറയാം. സലാസത്ത് വരുമ്പോൾ സലാസത്ത് ആദ്യത്തിലേക്ക് പോയി. ഇനി അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ആദ്യം എണ്ണ പറയാം കേട്ടോ. ആദ്യം എണ്ണ പറയാം. അപ്പോൾ സലാസത്ത് പറഞ്ഞാൽ എത്ര അറിയില്ലേ? 3. കുത്തുബ് പറഞ്ഞാൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകേനി അല്ലേ. കിതാബ് എന്ന് പറഞ്ഞാൽ ഒരു ബുക്കേനി. അതിൻ്റെ പ്ലൂരലാണ്. നമ്മൾ ജംഉ എന്നൊക്കെ പറയും. കുറേ സാധനം ഉണ്ടെങ്കിൽ കുത്തുബ് അതൊക്കെ നമുക്ക് വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ നമ്മൾ പഠിച്ചിട്ടോ. അങ്ങനെ മാറ്റാന്നൊക്കെ അതൊന്നും ഇപ്പോൾ നമ്മൾ പറയില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ കിതാബിൻ്റെ കിതാബ് കുറേ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി കുത്തുബ് എന്ന് പറഞ്ഞാൽ മതി, എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ കുത്തുബ് പറഞ്ഞ പുസ്തകങ്ങൾ. അപ്പോൾ എൻ്റെ അടുക്കൽ 3 പറയുമ്പോൾ കുറേ അല്ലേ. കുറേ എന്ത് പറയുമ്പോൾ പുസ്തകങ്ങൾ എന്ന് പറയണ്ടേ. മലയാളം പറയുമ്പോൾ അല്ലേ എൻ്റെ അടുക്കൽ ഒരു ബുക്കുണ്ട്, കുറേ പുസ്തകങ്ങൾ ഉണ്ട് എന്ന് പറയണ്ടേ. അതേമാതിരി തന്നെ അറബിയിലും ഒരു പുസ്തകത്തിന് കിതാബ് എന്നാണെങ്കിൽ കുറേ പുസ്തകം ഉണ്ടെങ്കിൽ കുത്തുബ് എന്ന് പറയണം. അപ്പോൾ പുസ്തകങ്ങൾ എന്നായി അർത്ഥം കേട്ടോ. എൻ്റെ അടുക്കൽ 3 പുസ്തകങ്ങളുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്തയിലേക്ക് പോകുക. 4മത്തേലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ലീ പറഞ്ഞാൽ എനിക്കുണ്ട്. എൻ്റെ അടുക്കലുണ്ട് പറഞ്ഞാൽ വേറെ പ്രയോഗമാണ് എനിക്കുണ്ട് കേട്ടോ. എനിക്കുണ്ട് ഏകദേശം ഒരേ പ്രയോഗം തന്നെയാണ്, മാറ്റിയെന്നുള്ളൂ. എനിക്കുണ്ട്. അർബഅത്തു അസ്ദിഖായിൻ. അർബഅത്താണ് അത്രേ 4. അസ്ദിഖാ എന്ന് പറഞ്ഞാൽ എന്താ? സ്വദീഖ് എന്ന് കേട്ടിട്ട് നിങ്ങൾ? സ്വദീഖ് പറഞ്ഞാൽ എന്താ? സ്വദീഖ് നമ്മൾ പറയും കൂട്ടുകാരെന്നാണ്. സ്വദീഖ് എന്ന് പറഞ്ഞാൽ അതിന് കുറേ കൂട്ടുകാർ എന്നർത്ഥം കിട്ടാനാണ് അസ്ദിഖാ എന്ന് പറയാം. കുറേ കൂട്ടുകാരുണ്ട് എന്ന് പറയാൻ അസ്ദിഖാ എന്ന് പറയും കേട്ടോ. അപ്പോൾ അസ്ദിഖാ എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ അർത്ഥം ഇവിടെ എഴുതി തരാം കേട്ടോ, നമുക്ക് മനസ്സിലാവാത്ത ആളുകൾക്ക്. കൂട്ടുകാർ. അപ്പോൾ എനിക്ക് 4 കൂട്ടുകാരുണ്ട് എന്നായി അർത്ഥം. അപ്പോൾ അർബഅത്തും പഠിച്ചു. അപ്പോൾ വാഹിദ് പഠിച്ചു 1, ഇസ്നാനി 2, സലാസത്ത് 3, അർബഅത്ത് 4. അടുത്തത് ഹംസത്ത് അല്ലേ. ഫീ മദ്രസത്തി എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ മദ്രസയിലുണ്ട്. മദ്രസ എന്ന് പറഞ്ഞാൽ മദ്രസ തന്നെ. തീ എന്ന് പറയലോട് എൻ്റെ മദ്രസ എന്നായി. അപ്പോൾ എൻ്റെ മദ്രസയിലുണ്ട് ഉണ്ട്. ഹംസത്തു അസാത്തിദത്തിൻ. എത്ര ഉസ്താദുമാരുണ്ട്? ഹംസത്ത് പറഞ്ഞാൽ എത്ര? 5. ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഒരു ഉസ്താദാണ്. ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഒരു ഉസ്താദാണ്. കുറേ ഉസ്താദുമാരുണ്ടെങ്കിൽ നമ്മൾ പറയാ അതിന് പറയുന്ന പ്രയോഗമാണ് അസാത്തിദത്ത് കേട്ടോ. ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഒരു ഉസ്താദാണ്. ഒരു ഉസ്താദിനാണ് നമ്മൾ സാധാ ഉസ്താദ് എന്ന് പറയാം. അപ്പോൾ ഉസ്താദിന് കുറേ ആൾക്കാരുണ്ടാകുമ്പോൾ ഉസ്താദിൻ്റെ ജംആണ് അസാത്തിദത്ത്. ഓക്കെ, മനസ്സിലായി? അപ്പോൾ 5 ഉസ്താദുമാരുണ്ട്. ഹംസത്തു അസാത്തിദത്തിൻ. ഇനി അടുത്ത ആൺകുട്ടി പറഞ്ഞേക്ക് പോരി, ഇങ്ങോട്ട് വരി, ഇപ്പുറത്തെ കോളത്തേക്ക് വരി. ഇന്ദി സിത്തത്തു അക്ലാമിൻ. എൻ്റെ അടുക്കൽ 6 പേനകളുണ്ട് അല്ലേ. ഇന്ത്യ നമ്മൾ പഠിച്ചു. ഇനി ഇങ്ങനെ ചോദിക്കരുത് കേട്ടോ. അങ്ങനെ തന്നെ പറഞ്ഞോളി. ഇന്ത്യ പറഞ്ഞാൽ എൻ്റെ അടുക്കൽ ഉണ്ട് എന്നാണ്. സിത്തത്ത് പറഞ്ഞാൽ എത്രേ? അടുത്ത എണ്ണം 5 കഴിഞ്ഞാൽ 6 അല്ലേ. അപ്പോൾ സിത്തത്ത് പറഞ്ഞാൽ 6. അക്ലാം പറഞ്ഞാൽ കലം എന്ന് പറഞ്ഞാൽ ഒരു പേനേന് അല്ലേ. കലമാനി നമ്മൾ പഠിച്ചു. കലമാനി പറഞ്ഞാൽ 2 പേനേന്.
ഇനി നമ്മൾ പറയാവുന്ന കുറേ പേനുണ്ട് 2 കഴിഞ്ഞിട്ടുള്ളതിനാണ് നമ്മളെന്ത് ചെയ്യുക അറബിയിൽ ജമ്മാക്കുക പ്ലൂരലാക്കുക. അപ്പോൾ അറബിയിൽ കുറേ എന്ന് പറയുകയാണെങ്കിൽ 2 കഴിഞ്ഞിട്ടാണ് പറയുക. ഇംഗ്ലീഷിൽ നമ്മൾ പെന്ന് എന്ന് പറഞ്ഞാൽ ഒരു പെന്നേന്, കുറേ പെന്നുകളുണ്ട് എന്ന് പറഞ്ഞാൽ പെൻസ് എന്ന് പറഞ്ഞാൽ കുറേ പെന്നുകളായി അല്ലേ. 2 ഒക്കെ അതിൽ കൂട്ടത്തിൽ പെട്ടു, പെൻസിൻ്റെ കൂട്ടത്തിൽ 2ഉം 3ഒക്കെ പെട്ടു. പക്ഷേ അറബി അങ്ങനെയല്ല. അറബി 2ന് പ്രത്യേകമായ പ്രയോഗം കലമാനി, കിതാബാനി, തോലിബാനി, ദാരിസാനി ഇങ്ങനെ പ്രയോഗിക്കും. ഇങ്ങോട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക കുറേ എന്ന് പറയാം. അതിപ്പോൾ നിങ്ങൾ പഠിച്ചേണ്ടത് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടി. അതേ രൂപത്തിൽ കുറേ പേനകളുണ്ട്. ഇപ്പോൾ 2ലധികം പേനുണ്ടെങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇനി അക്ലാം എന്ന് പറയാം. അക്ലാം പേനകൾ കുറേ പേനുണ്ടാവും. അപ്പോൾ ഇവിടെ 6 പേനുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിന്ദി സിത്തത്തു അക്ലാം എന്നാണ് പറയുക. ഇനി അടുത്തത് ഫീ സൊഫി സബഅത്തു ഔലാദിൻ. ഫീ സൊഫ് എന്ന് പറഞ്ഞാൽ എന്തേനി ക്ലാസ് എന്നേനി അല്ലേ. സൊഫ് എന്ന് പറഞ്ഞാൽ ക്ലാസ്. നമ്മൾ ക്ലാസ് റൂമിലല്ല ഉള്ളത്, മദ്രസ ക്ലാസ് റൂമൊക്കെ ഉണ്ടാവും നമുക്ക്. അപ്പോൾ എൻ്റെ ക്ലാസ്സിലുണ്ട്, എൻ്റെ ക്ലാസ് സൊഫി എന്ന് പറയുന്നതോടുകൂടി എൻ്റെ എന്നായി. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഉണ്ട് എത്ര ആൾക്കാർ? സബഅത്തു ഔലാദിൻ. എത്ര മക്കളുണ്ട്? 7 കുട്ടികളുണ്ട്. എൻ്റെ ക്ലാസ്സിൽ മൊത്തം എത്ര കുട്ടികളാണുള്ളത്? 7 കുട്ടികളാണുള്ളത്. അപ്പോൾ സബഅത്തിൻ്റെ അർത്ഥം പഠിച്ചു. സബഅത്ത് പറഞ്ഞാൽ 7ആണ്. വലതിൻ്റെ ജമ്മാണ് ഔലാദ്. വലത് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയാണ്. വലത് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയാണ്. കുറേ കുട്ടികൾ എന്ന് പറയാനാണ് ഔലാദ് എന്ന് പറഞ്ഞാൽ. വലത് പറഞ്ഞാൽ ഒരു കുട്ടീനെ വലത് പറഞ്ഞാൽ അർത്ഥമുള്ളൂ. ഔലാദ് പറഞ്ഞാൽ എന്തായിപ്പോൾ കുറേ കുട്ടികളുണ്ടാകുമ്പോഴാണ് രണ്ടിലധികം 3ഓ അതിൽ കൂടുതലോ കുട്ടികളുണ്ടാകുമ്പോൾ നമ്മൾ പറയുന്നതാണ് ഔലാദ്. അപ്പോൾ 7 കുട്ടികളുണ്ടെന്ന് പറയാൻ സബഅത്തു ഔലാദിൻ. അടുത്തത് ഫീഹി സമാനിയത്തു കറാസിൻ. അതിൽ എത്ര നോട്ട് ബുക്കുണ്ട്? 8 നോട്ട് ബുക്കുണ്ട്. ആ പുസ്തകത്തിലുണ്ട്, ബാഗിലുണ്ട് എന്നൊക്കെ അതിൽ ആയിക്കോട്ടെ. അതിലുണ്ട് ഫീഹി അതിലുണ്ട്. സമാനിയത്തു കറാസിൻ എത്ര നോട്ട് ബുക്ക്? കറാസിന് റാവിന് ശബ്ദം ഉണ്ടോ അല്ലേ? ഇല്ല. കറാസിൻ സമാനിയത്തു കറാസിൻ 8 നോട്ട് ബുക്ക് പുസ്തകമുണ്ട്. കറാസ് പറഞ്ഞാൽ നോട്ട് ബുക്ക് കേട്ടോ. നോട്ട് ബുക്ക് എത്ര എണ്ണം? സമാനിയത്തു പറഞ്ഞാൽ 8 നോട്ട് ബുക്ക് ഉണ്ട്. അപ്പോൾ 8ഉം പഠിച്ചു. ഇനി 9 വലി മദ്രസത്തി തിസ്അത്തു അബ്വാബിൻ. എൻ്റെ മദ്രസക്കുണ്ട് എത്ര വാതിൽ? വലി മദ്രസത്തി എൻ്റെ മദ്രസക്കുണ്ട്. മദ്രസക്ക് കേട്ടോ, എൻ്റെ മദ്രസക്കുണ്ട് തിസ്അത്തു അബ്വാബിൻ എത്ര വാതിലുണ്ട്? അബ്വാബ് പറഞ്ഞ വാതിലുകൾ അല്ലേ. ബാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിൻ്റെ ബാബ് പറഞ്ഞാൽ വാതിൽ. അബ്വാബ് പറഞ്ഞാൽ കുറേ ബാബുകളുണ്ട്. എത്ര ഉണ്ടപ്പോൾ? തിസ്അത്തു 9 വാതിലുകളുണ്ട്. എൻ്റെ മദ്രസക്ക് 9 വാതിലുണ്ട്. അപ്പോൾ തിസ്അത്തും പശു. ഇനി പടുത്താമത്തും കൂടി പറയാം. വലഹ അഷറത്തു ഷബാബീക്ക. അതിനെത്ര ജനലുകളുണ്ട്? എൻ്റെ മദ്രസക്ക് എത്ര ജനലുകളുണ്ട്? അഷറത്തു ഷബാബീക്ക് എന്ന് പറഞ്ഞാൽ ജനലുകൾ. ഷുബാക്ക് എന്ന് പറഞ്ഞാൽ ഷുബാക്ക് പറഞ്ഞാൽ ഒരു ജനലാണ് അല്ലേ. ജനൽ എന്ന് പറഞ്ഞാൽ ഷുബാക്കാണ്. കുറേ ഉണ്ടെന്ന് പറയാൻ ഷബാബീക്ക്. അപ്പോൾ എത്ര എണ്ണം ഇവിടെ? അഷറത്തു ഷബാബീക്ക്. അപ്പോൾ ഈ കളറൊക്കെ നോക്കിയാണെങ്കിൽ ഒന്നുകൂടി കളർമൊക്കെ മാത്രം നോക്കി. വാഹിദ്, ഇസ്നാനി, സലാസ, അർബഅ, ഖംസ, സിത്ത, സബ്അ, സമാനിയ, തിസ്അ, അശറ. 10ഉം പഠിച്ചു കേട്ടോ. ഈ ക്ലാസ് കയ്യലോടുകൂടെ എല്ലാവരും 10 വരെ എണ്ണാൻ പഠിക്കണം. 10 വരെ അറിയാത്ത ഒരു കുട്ടി ഉണ്ടാകരുത്. ഓരോന്നിനും എപ്പോഴും നമ്മൾ പ്രയോഗിക്കാമെന്നൊക്കെ പറഞ്ഞു അല്ലേ. വാഹിദും ഇസ്നാനും മാത്രം അവസാനം പ്രയോഗിക്കും. എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് എണ്ണം പറയാം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ആദ്യം എണ്ണം പറഞ്ഞിട്ടാണ് നമ്മളുള്ള വസ്തു പറയുന്നത് അല്ലേ. സലാസത്തു കുത്തുബ്, അർബഅത്തു അസ്ദിഖാ. അപ്പോൾ ആദ്യം എണ്ണം പറഞ്ഞു, പിന്നെ നമ്മൾ വസ്തു പറഞ്ഞു. മറ്റോടത്ത് അങ്ങനെയല്ല. വാഹിദുൻ ജവ്വാൽ എന്നാണോ പറഞ്ഞത്? അല്ല, ജവ്വാലും വാഹിദുൻ, കലമാനി സിനാനി. ഈ വ്യത്യാസം കൂടി കൂട്ടത്തിൽ മനസ്സിലാക്കട്ടോ, നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാകും. ഓക്കെ. ഇനി നമ്മൾ അതിലുള്ള ചില പ്രധാനപ്പെട്ട വർക്കുകളാണ് പറയാൻ പോകുന്നത്. നന്നായി ശ്രദ്ധിക്കണം. വർക്കൊന്ന് നെക്റവ്, ഫസ്റ്റത്തത് വായിക്കാൻ തന്നെയാണ്. നെക്റവ് എന്ന് പറഞ്ഞാൽ വായിക്കാനാണ്. അപ്പം നമ്മൾ നന്നായി വായിച്ച് പഠിക്കുക. അതിൽ നമ്മൾ പഠിച്ച് കഴിഞ്ഞ സാധനം ആയതുകൊണ്ട് തന്നെ അതൊന്ന് നമ്മൾ എടുത്ത് പറയാണ്. കളർ കൊടുത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ക്ലാസ്സിൽ. അപ്പോൾ ആ സാധനം എടുത്ത് നമ്മൾ പറയാണ്. അതാണ് അനക്ക് നമ്മൾ അർത്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഞാൻ എന്ന് പറഞ്ഞാൽ എത്രയോ നമ്മൾ പറഞ്ഞു. ഞാൻ അന്ത എന്ന് പറഞ്ഞാൽ അന്തി എന്ന് പറഞ്ഞാൽ രണ്ടും എന്തെന്നെ അർത്ഥം? നീ എന്ന് തന്നെയാണ്. ആണാകുമ്പോൾ അന്ത എന്ന് പറയും, പെണ്ണാകുമ്പോൾ അന്തി എന്ന് പറയും. ഇനി നമ്മൾ ഹാദ അല്ലേ. ഹാദ എന്ന് പറഞ്ഞാൽ ഹാദിഹി, രണ്ടും എന്തെന്നെയാണ് അർത്ഥം? ഹാദ എന്ന് പറഞ്ഞാലും ഹാദിഹി എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ
ഇത് എന്ന് തന്നെയാണ് അർത്ഥം. ഹാദ എന്ന് പറഞ്ഞാലും ഹാദി എന്ന് പറഞ്ഞാലും ഇത് എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ ഹാദ ആണിന് പറയാനാണ്, ഹാദി പെണ്ണിന് പറയാണ്. ഫി നമ്മൾ പറഞ്ഞ അഷജറത്തു അല്ലേ, അൽ ഖലമു ഫിൽ ജൈബി എന്നൊക്കെ പറഞ്ഞിനി അല്ലേ, അൽ ഖലമു ഫിൽ ജൈബി ഇൽ എന്ന അർത്ഥത്തിന് നമ്മൾ പറഞ്ഞിരുന്നത്. വായിക്കാൻ പഠിക്കുക, അർത്ഥം കൂടി മനസ്സിലാക്കിയോളി. അല എന്ന് പറഞ്ഞാൽ എന്തേനി, മേൽ, മുകളിൽ, മുകളിൽ അല്ലേ. അൽ ഹിറത്തു അല ഷജറത്തി എന്ന് പറഞ്ഞിരുന്നത് മുകളിൽ. ദാലിക്ക തിൽക്ക രണ്ടും ഒരേ അർത്ഥത്തിനാണ്. ഏതാണ്, ഇതല്ല, കുറച്ച് ദൂരെയുള്ള ചൂണ്ടി പറയുമ്പോഴാണ് അത് എന്ന് പറയാം. അപ്പോൾ ദാലിക്ക തിൽക്ക, ആണാകുമ്പോൾ ദാലിക്ക എന്ന് പറയും, പെണ്ണാകുമ്പോൾ തിൽക്ക എന്ന് പറയും. മാ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കൾ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത മൃഗങ്ങൾ പോലെയുള്ള പക്ഷികൾ പോലെയുള്ള അങ്ങനത്തെ സാധനത്തിന് നമ്മൾ എന്ത് എന്നാണ് പറയുക അല്ലേ. എന്ത് എന്ന് പ്രയോഗിക്കാൻ നമ്മൾ മാ എന്ന് പറയാം. മന്ന് എന്ന് പറഞ്ഞാൽ ആര് എന്ന് പ്രയോഗിക്കാനാണ്. നമ്മൾ മനുഷ്യരൊക്കെ ആര് എന്നല്ലേ ചോദിക്കുക, അതിനാണ് ആ മന്ന് എന്ന് പറയാം. അയിന എന്ന് പറഞ്ഞാൽ എവിടെ, എവിടെ. അബി നമ്മൾ പഠിച്ചു അല്ലേ, എൻ്റെ എന്നൊക്കെ കൊടുക്കാൻ വേണ്ടി ഒരു യാവ് കൊടുക്കണമെന്ന് പഠിച്ചു. അപ്പോൾ എൻ്റെ ഉപ്പ എന്ന് പറയാൻ അറബിയിൽ എൻ്റെ ഉപ്പ എന്ന് പറയാൻ അബി എന്ന് പറയണം. എൻ്റെ പേന എന്ന് പറയാൻ അറബിയിൽ കലമി, എൻ്റെ പേന എന്നായി മാറി. ഓക്കെ, ഇത് പെട്ടെന്ന് നിങ്ങൾ ഓടിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കണില്ല, മനസ്സിലാക്കുക. അടുത്തതിലേക്ക് പോകാം. അടുത്തത് നുക്കമ്മിലു ബിൽ മുനാസിബി കമാഫിൽ മിസാൽ. നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് കൂടി കയ്യിലുണ്ടാവുമല്ലോ, അപ്പം അങ്ങനെ ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും. ഹർക്കത്ത് ഫുള്ളൊന്നും നമ്മൾ മുകളിലത്തൊന്നും ഇട്ടിട്ടില്ല, നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. നുക്കമ്മിലു ബിൽ മുനാസിബി കമാഫിൽ മിസാൽ, ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമ്മളത് അതേ രൂപത്തിൽ അടുത്ത് നമ്മൾ പൂരിപ്പിക്കാനാണ് പറയുന്നത് കേട്ടോ. അടുത്ത് നമ്മൾ അതേ രൂപത്തിൽ പൂരിപ്പിക്കാനാണ് പറയുന്നത്. നോക്കി നിങ്ങൾ, ഹാദിഹി ബക്കറത്തുൻ അല്ലേ, ബക്കറത്തുൻ നമുക്ക് തന്നു. എന്നിട്ട് ഇവിടെ ഹാദിഹി എന്നാണോ വേണ്ട, ഹാദാന്ന് വേണ്ടിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ താ ഉണ്ടല്ലോ, ബക്കറത്തിൽ താ ഉള്ളത് കൊണ്ട് ഓക്കെ എല്ലാവർക്കും തിരിയും ഹാദിഹി എന്നാണ് വേണ്ടത്. ഇത് എന്നാണ് അർത്ഥം, പക്ഷെ അവിടെ വേണ്ടത് ഹാദിഹി, കാരണം ബക്കറത്ത് പെണ്ണായതുകൊണ്ട് ഹാദിഹി എന്നാണ് പറയുക. ഞാൻ അടുത്ത ഇതിൽ നോക്കി, സ്വദീഖി, ഇതെൻ്റെ കൂട്ടുകാരനാകുന്നു അല്ലേ. സ്വദീഖി എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ. സ്വദീഖത്ത് താവ് കൊടുത്താൽ കൂട്ടുകാരി എന്നാവും. ഇപ്പുറത്തൊരു താവ് കൊടുത്തല്ലോ, അവർക്ക് താവ് കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ ആണാണെന്ന് മനസ്സിലായി. ആണായതുകൊണ്ട് ഹാദ എന്നാണ് ഹാദിഹി എന്നാണ് വേണ്ടത്. ഹാദ അല്ലേ, ഹാദ എന്നാണ് ഇവിടെ വേണ്ടത്, മനസ്സിലായി. ഹാദ സ്വദീഖി, നിങ്ങളെന്നെ എഴുതി കൊടുക്കിട്ടോ. അടുത്ത ദജാജത്തുൻ. ദജാജത്ത് നമ്മൾ പറഞ്ഞില്ലേ, ദീക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പൂവങ്കോയിയാണ് പറഞ്ഞിരുന്നത്. ഇത് ദീക്കല്ലല്ലോ, ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ദജാജത്ത്. ദജാജത്ത് പറഞ്ഞാൽ പിടക്കോഴിയാണോ, പെണ്ണാണ്. താഴുള്ളത് കൊണ്ട് നമുക്ക് പെണ്ണാന്ന് മനസ്സിലായി. അപ്പോൾ ദാലിക്കയാണോ തിൽക്കയാണോ, പെണ്ണിന് പ്രയോഗിക്കാൻ നമ്മൾ പഠിച്ചു, തിൽക്കയാണ്. ഇനി ദാരിസത്തുൻ, എന്താ അർത്ഥം പറഞ്ഞിരുന്നേ, വിദ്യാർത്ഥിനി അല്ലേ. താഴുള്ളത് കൊണ്ട് വിദ്യാർത്ഥിൻ്റെ ഓപ്പോസിറ്റാണ് വിദ്യാർത്ഥിനി. അപ്പോൾ പെൺകുട്ടിയാണ്, താഴുണ്ട്. അതുകൊണ്ട് അന്തയാണോ അന്തിയാണോ, ഓക്കെ, പെണ്ണായാൽ പ്രയോഗിക്കുന്നത് അന്തിയാണ് അല്ലേ, അന്തി. ഇവിടെ ദാരിസുന്നേ ഉള്ളൂ, ദാരിസുൻ, താഴില്ല. അപ്പോൾ വിദ്യാർത്ഥി എന്നാണ് അർത്ഥം. അപ്പോൾ ആണാണെന്ന് മനസ്സിലായി. അപ്പോൾ അന്തയാണോ അന്തിയാണോ, സോറി, പുസ്തകത്തിൽ ഹിയ അല്ലേ, പുസ്തകത്തിൽ കൊടുത്തത് എന്താണ്, പുസ്തകത്തിൽ ഇതല്ല കേട്ടോ, അത് തിരുത്തണം. ഇവിടെ ഹിയ എന്നോ അല്ലെങ്കിൽ അന എന്നാണോ. അപ്പോൾ മാറ്റി, ഹിയ അല്ലേ, അവിടെ നമ്മൾ ഹിയയാണോ അനയാണോ ചോദ്യം. ദാരിസ് എന്ന് പറഞ്ഞാൽ ആണാണല്ലോ, ആണായതുകൊണ്ട് തന്നെ ഹിയ പറ്റുമോ. ഹിയ എന്ന് പറഞ്ഞാൽ ആർക്ക് പ്രയോഗിക്കണ, ഹുവൻ്റെ ഓപ്പോസിറ്റാണ് ഹിയ അല്ലേ. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, ഹിയ എന്ന് പറഞ്ഞാൽ അവൾ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആണിൻ്റെ ഓപ്പോസിറ്റായി പറയുന്നതാണ് ഹിയ എന്നുള്ളത്. ഇവിടെ പെണ്ണ് ആണല്ലേ ദാരിസ് പറഞ്ഞാൽ, അപ്പോൾ ഹിയ പറ്റൂലല്ലോ. അപ്പോൾ നമുക്ക് ഏതാ മനസ്സിലായി, ആന പിന്നെ ആർക്കും പറ്റും അല്ലേ, ആണായാലും പെണ്ണായാലും ആന പറ്റുമല്ലോ. അപ്പോൾ ആന ദാരിസുൻ എന്നാണ് വേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ അവിടെ അന്തി എന്നല്ല നമ്മുടെ പുസ്തകത്തിലുള്ളത്, ഹിയ ആന എന്നുള്ള, ഹിയ അല്ലെങ്കിൽ ആന ഏതാണെന്ന് ആൻസർ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അത് നമ്മൾ നോക്കാം കേട്ടോ. അടുത്ത വർക്കിലേക്ക് പോകുക. ഹാദാ കലമി, അതിൽ തന്നെ പാഠത്തിൽ തന്നെയുള്ള അടുത്ത വർക്കാണ് നസ്ലു യാ. ഒരു യാ ചേർത്ത് കൊടുക്കാൻ, നമ്മൾ ക്ലാസ്സിലൊക്കെ എൻ്റെ എന്ന് കൊടുക്കാൻ വേണ്ടി നമ്മൾ യാ കൊടുക്കണം എന്ന് പറഞ്ഞില്ലേനോ, അതാണ് നമ്മുടെ യാ കൊടുത്തു നമ്മൾ പറയാണ്. നക്തുബു കമാഫിൽ മിസാൽ, ഉദാഹരണം തന്നതുപോലെ തന്നെ നമ്മൾ ഓരോന്നിനും യാ ചേർത്ത് കൊടുത്തിട്ട് പറയാം അല്ലേ. ഹാദാ അബുൻ, ഇത് ഉപ്പയാകുന്നു എന്നാണ് അർത്ഥം. എൻ്റെ ഉപ്പയാകുന്നു എന്ന് പറയാൻ എന്ത് ചെയ്താൽ മതി, അബീനായി. അബു എന്നുള്ളത് അബീനായി. ഹാദിഹി ഉമ്മുൻ, ഹാദാ എന്നല്ല ഹാദിഹി, ഉമ്മ ആയതുകൊണ്ട് ഹാദിഹി പറയണം. ഇനി നമ്മളിവിടെ എന്താ പറയുക, ഉമ്മീ, എൻ്റെ ഉമ്മയാകുന്നു. അടുത്ത കിതാബുൻ, ഇത് കിതാബാകുന്നു. എങ്ങനെ പറയാ, കിതാബി. നിങ്ങൾ എഴുതൂലേ, ഞാൻ എഴുതണോ, നിങ്ങളെന്നെ എഴുതി നോക്കിയിട്ടോ. കിതാബി, ഇതെൻ്റെ കിതാബാകുന്നു. തിൽക്ക ഹിറത്തുൻ, അത് പൂച്ചയാകുന്നു, അത് എൻ്റെ പൂച്ചയാകുന്നു എന്നാക്കണം. എങ്ങനെ പറയാ,
ഹിറത്തി അല്ലേ, ഹിറത്തി. ഹിയ ഉഖ്തുൻ, അവൾ സഹോദരിയാകുന്നു. അപ്പോൾ അവൾ എൻ്റെ സഹോദരിയാകുന്നു എന്നാക്കണം. എന്താക്കിയാൽ മതി? ഉഖ്തി, ഉഖ്തി. ഓക്കെ. ഇനി അടുത്ത് ഹുവ സ്വദീഖുൻ, അവൻ കൂട്ടുകാരനാകുന്നു. അപ്പോൾ അവൻ എൻ്റെ കൂട്ടുകാരനാകുന്നു. എന്താക്കണം? സ്വദീഖി, ഒരു യാ ഇട്ട് കൊടുക്കണം. അവസാനം ഒരു യാ ഇട്ട് കൊടുക്കണം അല്ലേ. സ്വദീഖി, സ്വദീഖി. ഓക്കെ. അങ്ങനെ യാ ഇട്ട് കൊടുത്താൽ എൻ്റെ. അപ്പോൾ എല്ലാത്തിനും നമുക്കൊരു യാ അവസാനം ഇട്ട് കൊടുത്താൽ എൻ്റെ എന്ന് അർത്ഥം കിട്ടും. അതാണ് അവിടെ നിങ്ങൾ നന്നായി മനസ്സിലാക്കേണ്ടത്. ഓക്കെ. അടുത്ത വർക്ക്, ഒരു ചിത്രം തന്നില്ലേ. ചിത്രങ്ങൾ ഇവിടെ ഉണ്ട്. ആ ചിത്രം നമ്മൾ എണ്ണം പഠിച്ചല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. ആ എണ്ണം പഠിച്ചത് കൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നഉദ്ദുൽ അഷിയാ, നഉദ്ദുൽ അഷിയാ വനക്തുബുഹ ബിൽ അർഖാം. നമ്മളെന്ത് ചെയ്യണം? ആ എണ്ണി നോക്കുക, ഓരോന്ന് എത്ര ഉണ്ട് എണ്ണി നോക്കുക. എണ്ണി നോക്കിയിട്ട് നമ്മൾ എണ്ണം എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണം ഇവിടെ കൊടുക്കുക. എണ്ണം കൊടുത്തിട്ട് അതിനെ നമ്മൾ എങ്ങനെയാണ് എണ്ണത്തെ അറബിയിൽ പറയുക എന്നത് അടുത്ത കോളത്തിലും പറയാം. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? എണ്ണി നോക്കിയിട്ട് എത്ര എണ്ണം ഉണ്ട് എന്ന് നോക്കുക. എന്നിട്ട് ഇവിടെ എണ്ണ എഴുതി വെക്കുക. എന്നിട്ട് എണ്ണം ഇവിടെ എങ്ങനെയാണ് അറബിയിൽ പറയാമെന്ന് ഇവിടെ എഴുതും ചെയ്യും. ഉദാഹരണം തന്ന് നമുക്ക് ഇവിടെ നമ്മൾ 3 പേനകൾ തന്നാണ് അല്ലേ. പേനൻ്റെ ചിത്രം തന്ന്. എന്നിട്ട് നമ്മൾ എത്ര എണ്ണം ഉണ്ട്? അവിടെ 3 എണ്ണം ഉണ്ട്. അതിൽ 3-ന് എന്താ അറബിയിൽ പറയുക? സലാസത്ത്. നമ്മൾ പഠിച്ചു, എണ്ണം പഠിച്ച ആളുകൾക്ക് ഇത് പറയും 3 എണ്ണത്തിന് സലാസത്ത് എന്ന് പറയാം. ഇനി ഇതൊന്ന് എണ്ണി നോക്കി. ഇതെന്താണ് സാധനം? നമ്മൾ അറബി പിന്നെ ഇതിൽ വെണ്ടക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചില്ലെന്നാണ്. ബാമിയ അല്ലേ, വെണ്ട എന്ന് പഠിച്ചില്ലേ മുമ്പ്, ബാമിയ. ആ സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് എത്ര എണ്ണം ഉണ്ട് നോക്കി. എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 അല്ലേ. 8 എണ്ണല്ലേ ഉള്ളത്. 8 എണ്ണം. അപ്പോൾ ഇവിടെ 8 എന്ന് എഴുതുക. 8 എണ്ണത്തിന് നമ്മൾ പറയാ? 8 എണ്ണത്തിന് സമാനിയത്തുൻ. നമുക്ക് എന്താ സാധനം എന്നൊന്നും നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, നമുക്ക് എണ്ണം പഠിച്ചാനാണ്. സമാനിയത്തുൻ. ഇത് പൂച്ചയാണ്, ഹിറത്താണ്. എത്ര എണ്ണം ഉണ്ട്? 1 2 3 4. നിങ്ങൾ തന്നെ നോക്കിയിട്ട് ആദ്യം. അപ്പോൾ ഇവിടെ എത്ര എഴുതുക? 4 എന്ന് എഴുതുക. 4-ന് എന്താ അറബി പറയാ? അർബഅത്തുൻ, അർബഅത്തുൻ. ഇത് മാഞ്ച ആയി അല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട മാഞ്ചയാണ്. എത്ര എണ്ണം ഉണ്ട് നോക്കി. നിങ്ങൾ തന്നെ എണ്ണി. 1 2 3 4 5 6 7 8 9. അപ്പോൾ ഇവിടെ 9 എഴുതുക. എത്ര 9 പറയാ? പറഞ്ഞു നോക്കി. തിസ്അത്തുൻ. വേഗം ആൻസർ ഇവിടെ ശ്രദ്ധിക്കുക. നിങ്ങൾ സ്വന്തമൊക്കെ പറഞ്ഞു നോക്കിയിട്ടേ വീഡിയോ കേൾക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ പെൻസിൽ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 അല്ലേ. 10 അഷറത്തുൻ. നമ്മൾ ഈ സ്ലൈഡിൽ നിങ്ങൾ നോക്കണ്ട, ചിലപ്പോൾ നിങ്ങൾ പുസ്തകത്തിൽ എണ്ണം വ്യത്യാസം ഉണ്ടോ നോക്കണ്ടിട്ടോ. നമ്മൾ ചിലപ്പോൾ ഇതിലിങ്ങനെ പുതിയ സാധനം ചെയ്യുമ്പോൾ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുസ്തകത്തും കൂടി നോക്കിയിട്ട് അതാണ് നിങ്ങൾ നോക്കേണ്ടത്. എണ്ണൊക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ മാറുമല്ലോ, ശ്രദ്ധിക്കണം കേട്ടോ. ഏതായാലും എണ്ണം പഠിക്കാൻ വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക. അടുത്ത് നമ്മൾ എന്താണോ ചോദിക്കാൻ പറ്റിയത്? നസ്അലു ബിൽ മുനാസിബി. അവിടെ യോജിച്ചൊരു ചോദ്യം ചോദിക്കുക. ചോദ്യം ഇവിടെ ബ്രാക്കറ്റിൽ തന്നെയാണ്. നമുക്ക് അവിടെ എന്താ ചോദിക്കേണ്ടത് എന്നുള്ളതാണ്. ഇതിലേതോ ഒന്നാ ശരിയായത് അത് ചോദിക്കണം. ഇവിടെ ഒന്നാമത് ഹിറത്ത് എന്ന് കൊടുത്താണ്. ഹിറത്ത് പറഞ്ഞാൽ പൂച്ച എന്നാണ്. ഓക്കെ. അയിന. അപ്പം മാ എന്നാണോ അയിന എന്നാണോ വേണ്ടതാണ്? മനസ്സിലായില്ലേ? പെട്ടെന്ന് മനസ്സിലായി. ചോദ്യമല്ലേ. അപ്പോൾ ചോദ്യത്തിന് മാറണം എന്താ? എന്ത്. അവിടെ എന്ത് പൂച്ചയാണെന്ന് ചോദിക്കാൻ പറ്റുമോ? യോജിക്കൂലല്ലോ അല്ലേ. നേരെ മറിച്ച് അയിന എന്ന് പറഞ്ഞാൽ എന്താ? അയിന എന്ന് പറഞ്ഞാൽ എവിടെയാണെന്നല്ല. അപ്പോൾ പൂച്ച എവിടെയാണെന്ന് ചോദിക്കാൻ ഏറ്റവും നല്ലത് അങ്ങനെ തന്നെ പ്രയോഗിക്കലാണ്, അയിന. ഇനിയോ രണ്ടാമത്തെ ഹാദ എന്നുണ്ട്. അവിടെ അയിന മൻ. അയിന പറഞ്ഞാൽ എവിടെ ഇത് ചോദിക്കാൻ പറ്റുമോ? ചോദ്യം ഒരു മട്ടം കിട്ടുമോ? ഇത് എന്നല്ല ഹാദ എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ്. അപ്പോൾ മന്ന് പറഞ്ഞാൽ എന്താ? ആര് അല്ലേ. അപ്പോൾ ഇത് ആരാണ് അതല്ലേ ഒരു മട്ടം അല്ലേ. അതാണ് ചോദ്യമായി വരും. അപ്പം മന്ന് തന്നെ കൊടുക്കുക. ദാലിക്ക. ദാലിക്ക എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. എന്താ? അത്. ഹാദ ഇതാണെങ്കിൽ ദാലിക്ക അത്. അപ്പോൾ മാ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് എന്നാണ്. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്നൊക്കെയാണ്. അവർ ഏതാ ചോദ്യമാക്കാൻ പറ്റിയേ? ചോദ്യം ഏതന്നെയാണ്? മാ എന്നുള്ളത് തന്നെയാണ് അല്ലേ. എന്തും ചോദിക്കാം. മാ ദാലിക്ക. ഹാദിഹി. ഹാദിഹി. ഹാദിഹി പറഞ്ഞാൽ ഇത് തന്നെയാണ്, പെണ്ണാണ്. മനസ്സിലായി അല്ലേ. നമുക്ക് പെണ്ണായാലും ആണെങ്കിലും ഇവിടെ ചോദ്യമായാൽ മതി. അയിനാണോ മന്നാണോ ഇത് ആരാണെന്നല്ലേ ചോദിക്കണ്ടേ.
അല്ലേ? ഇത് എവിടെയാണെന്നല്ലല്ലോ, ഏറ്റവും നല്ല ചോദ്യം ഇവിടെ മൻ ഹാദിഹി, മൻ ഹാദിഹി. ഓക്കെ, ഇങ്ങനെ ആൻസർ നിങ്ങൾ ചെയ്ത് പഠിക്കട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഖുർആനുള്ള ആയത്തുകൾ നോക്കുക. അതിൽ കളർ കൊടുത്തത് നമ്മളിപ്പോൾ പഠിച്ച കുറേ പ്രയോഗങ്ങളുണ്ട്, പുസ്തകത്തിൽ പഠിച്ചു കഴിഞ്ഞ പ്രയോഗങ്ങളാണ്, അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഏതാണ്? അന മിനൽ മുസ്ലിമീൻ, അന അല്ലേ, ചുവപ്പ് കളറിൽ കൊടുത്ത ഞാൻ. അന്ത, നീ, ആണായ ഒരാളോട് പറയാണ് അന്ത, നീ. അന്തൽ അലീമുൽ ഹക്കീം, അള്ളാഹിനെ കുറിച്ച് പറയാണ്, അള്ളാഹിനോട് നമ്മൾ പറയണ മാതിരി അല്ലേ. ഹാദാ ബയാനുൽ ലിന്നാസ്, ഖുർആൻ ജനങ്ങൾക്ക് വിശദീകരിക്കുന്നതാണ്. ഹാദ ഖുർആൻ പറയാണ്. ഖുർആൻ എന്നുള്ളത് മുദക്കറായ ഒരു പുല്ലിങ്ങാണ്, അതുകൊണ്ട് ഹാദാ. ഇനി ചോദ്യങ്ങൾ, ചില ചോദ്യങ്ങൾ നോക്കി. ഐന, ഐന എവിടെ? ഐന ശുറക്കാവുക്കും, നിങ്ങളുടെ പങ്ക് ചേർക്കുന്ന ആൾക്കാർ എവിടെ ചോദിക്കുക. ഐന. ഈ ഇത്, ഇത് എന്ന് പറയുന്നത് ഹാദാ ഹാദിഹി, ഷജറത്ത് അല്ലേ, മുഅന്നസായത് സ്ത്രീലിംഗായതുകൊണ്ട് ഹാദിഹി. അല മുകളിൽ, അതിൻ്റെ മേൽ. വഅലൈഹ, വഅലൈഹ അതിൻ്റെ മേലിൽ. വഅലൽ ഫുൽക്കി അല്ലേ, ഫുൽക്ക് കപ്പലിൻ്റെ മേൽ, കപ്പലിന് മുകളിൽ. ഓക്കെ. മൻ, മണ്ണിന് മീനിനും കളറുണ്ട് കേട്ടോ, മീമിനും കളറുണ്ട്. മൻ, മൻ ആരാണ്, ആരാണ് ശുപാർശ ചെയ്യുക, ആര്. ദാലിക്കൽ കിതാബ്, ആ കിതാബ്. ദാലിക്ക. അൽ ഖാരിയത്തു മൽ ഖാരിയ, മാ എന്താണ് ഈ അട്ടഹാസം, എന്താണെന്ന് നിങ്ങൾക്കറിയോ. ഒമാ അദറാക എന്താണെന്ന് നിങ്ങൾക്കറിയോ. മൽ ഖാരിയ, ഖാരിയ എന്താണെന്നറിയോ. ഉണ്ടോ, ഇതൊക്കെ ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഈ കളർ കൊടുത്ത സാധനങ്ങളൊക്കെ പാഠത്തിൽ പഠിച്ചു കഴിഞ്ഞതാണ്, അത് നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഇനി നമ്മൾ പുസ്തകത്തിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും, ഈ സാധനങ്ങളൊക്കെ അവിടെ എഴുതി നോക്കുക. അല്ലാഹു തആല നമ്മുടെ ക്ലാസ് കബൂലാക്കട്ടെ. നല്ല നാഫിയ ഇൽമ അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ മാതാപിതാക്കൾ എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.